പാഠം 706. വില്ലേജ് ആഫീസും കോടതിയും വേറെയാണ്. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, നമസ്കാരം സാർ. അതെ അതെ, ഇന്നാണ്. രാവിലെ 11 മണിക്ക് കോടതിയിൽ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആഫീസിൽ പോയിട്ടേ കോടതിയിലേക്ക് പോകൂ. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ സാർ? അതെ, കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ സാറിനെ വിളിക്കാം. ശരി. തഹസിൽദാര, സുദർശന്റെ കേസ് ഞാൻ സാക്ഷി പറയാൻ കോടതിയിൽ പോകുന്നതിനെ പറ്റി ചോദിക്കാനാണ് തഹസിൽദാർ വിളിച്ചത്. അതിലിത്ര വിളിക്കാനെന്താ? ഒരു കേസ്, അതിൽ മോഹനേട്ടനെ സാക്ഷിയായിട്ട് വിസ്തരിക്കുന്നു. അത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ദിവസം അത്തരം 25-30 കേസുകൾ വരാറുണ്ട്. നിനക്ക് അതിൽ പുതുമുണ്ടാവില്ല. കാരണം നീ സ്ഥിരമായി കാണുന്നതും ഇടപെടുന്നതും ഒക്കെ കള്ളന്മാരും കൊലപാതകളുമായിട്ടൊക്കെയാണ്. ഓരോ കേസുകളിൽ നീയൊക്കെ സാക്ഷിയാക്കുന്ന കള്ളസാക്ഷികളെ പോലെ അല്ല വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാക്ഷി പറയാനായി വരുന്നത്. ഞാൻ സത്യമേ പറയും. ഇന്ന് കോടതിയിലുള്ളവർ എന്നെ ബഹുമാനത്തോടെ നോക്കി നിൽക്കുന്നത് കാണണമെങ്കിൽ നീ ഒരു 11:30 ആകുമ്പോ കോടതിയിലേക്ക് വന്നാൽ മതി. മോഹനേട്ട സാക്ഷി പറയുന്നത് എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വന്നേനെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ വില്ലേജ് ഓഫീസർ കോടതി കയറല്ലേ. ഒരു വക്കീലാണ് എന്ന് കരുതി കോടതി കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. ഞാൻ ഒരുപാട് കോടതികൾ കണ്ടിട്ടുള്ളതാ. ഏത് കൊടികുത്തിയ വക്കീൽ വിചാരിച്ചാലും ദിവാകരൻ രക്ഷപ്പെടില്ല. ഇതെല്ലാം കണ്ടറിയേണ്ട കാര്യങ്ങളല്ലേ മോനേട്ടാ? ഇത് കാണാതെ അറിയാൻ പറ്റുമല്ലോ. ദിവാകരൻ സുദർശനെ കുത്തുന്നത് ഞാൻ കണ്ടു എന്ന് കോടതിയിൽ പറഞ്ഞാൽ ദിവാകരന്റെ വക്കീലിന് എങ്ങനെ എതിർക്കാൻ പറ്റും? ഞാൻ കള്ളം പറയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദിവാകരന്റെ വക്കീലിന് സാമർഥ്യം ഉണ്ടെങ്കിൽ സംഗതിയൊക്കെ കുളവാകും. ഒരിക്കലുമില്ല. ഇനി ഇപ്പൊ ദിവാകരന്റെ വക്കീലായി സാക്ഷാൽ ബ്രഹ്മാവ് വന്നാലും ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണാം. ഭാമേ, കുറെ കാലമായി നീ കോടതിയിലെയും വക്കീലന്മാരുടെയൊക്കെ വലിപ്പം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കും. നിന്നെ കാണാൻ വരുന്ന വിവരമില്ലാത്ത കക്ഷികളെയൊക്കെ നിനക്ക് പേടിപ്പിക്കാൻ പറ്റും. പക്ഷേ മോഹനകൃഷ്ണൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല. നിനക്ക് മുൻസിഫ് കോടതിയിൽ കേസുണ്ടായത് കഷ്ടമായി. ഇല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലെ എന്റെ പ്രകടനം കണ്ട് നീ അന്തം വിട്ടുപോയ. തിരിച്ചാണ് മോനേട്ടാ സംഭവം. ഇന്നെനിക്ക് മുൻസിഫ് കോടതി കേസുണ്ടായത് നന്നായി. ഇല്ലെങ്കിൽ മോഹനയുടെ സാക്ഷി കൂടി കേറുമ്പോ ഞാൻ അവിടെ ഇരുന്ന് അതോടെ മോഹനയുടെ കൺട്രോൾ പോവല്ലോ. അവരെല്ലാരും കൂടി സുദർശനെ ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ മോഹനകൃഷ്ണൻ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ പുഷ്കരന്റെ ബേക്കറിയിൽ കയറി അവിടെ നിന്ന് പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. യുവർ ഓണർ, ഈ കേസിലെ ദൃക്സാക്ഷിയാണ് മോഹനകൃഷ്ണൻ. സത്യസന്ധനും കൃത്യനിഷ്ഠക്കാരനുമായ വില്ലേജ് ഓഫീസറാണ് നാട്ടുകാർ മുഴുവൻ അഭിനന്ദിച്ചിട്ടുള്ള മോഹനകൃഷ്ണന്റെ മൊഴി അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിഭാഗം വക്കീലിന് സാക്ഷിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. ഇത് കോടതിയാണ്. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. യുവർ ഓണർ, PW2ന്റെ ദേഷ്യം കണ്ടില്ലേ? ദേഷ്യം വരുമ്പോ പരിസരം പോലും മറക്കുന്ന സാക്ഷിയുടെ ക്രെഡിബിലിറ്റിയിൽ എനിക്ക് സംശയമുണ്ട്. ആള് സത്യസന്ധനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.